വികസനത്തിന്റെ പേരിൽ കൊമ്പുകോർത്ത കോഴിക്കോട്ടെ LDF UDF സ്ഥാനാർത്ഥികൾ വികസനത്തിന്റെ വരണ്ട വർഷങ്ങളാണ് കടന്നുപോയതെന്നാണ് എളമരം കരീമിന്റെ വിമർശനം. എന്നാൽ നടപ്പാക്കിയ വികസനങ്ങൾ എണ്ണി എണ്ണി കാണിക്കാമെന്ന് MK രാഘവൻ മറുപടി നൽകി. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച നേർക്കുനേർ പരിപാടിയിലാണ് വികസനം ചൂടുള്ള ചർച്ചാ വിഷയമായത്. ഈ നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികൾ കഴിഞ്ഞ 15 കൊല്ലക്കാലം ശൂന്യമാണ്, വരണ്ടതാണ്. വികസന നേട്ടങ്ങൾ നേരിട്ട് കാണിച്ചു തരാമെന്ന് MK രാഘവൻ. ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയമാണ് പ്രധാനം ചിലർക്ക്, അല്ലാതെ വികസനമല്ല. ഏത് വിഷയങ്ങളെയും കാണുന്നത് രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടി തന്നെ. തർക്കം നിങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ തയ്യാറാക്കി അയച്ചത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചെലവിൽ എൻ്റെ കാറിൽ ആരെങ്കിലും വരുമെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ളൂ. ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. വികസന വിഷയം പ്രത്യേകം ചർച്ച ചെയ്യാമെന്ന് എളമരം കരീം. അത് മാത്രം ഡിബേറ്റ് ആണ്. അതിപ്പോൾ ഇവിടെ നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് പ്രസ് ക്ലബിൽ നടത്തിയിട്ട് അദ്ദേഹം പറയുന്നതിന് രേഖാപരമായി തെളിയിക്കാൻ സാധിച്ചാൽ എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തർക്കം കണ്ടിരുന്ന MD രമേശിന്റെ ഇടപെടൽ. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ നില വളരെ പരിതാപകരമാണ്. അതിലാകെ ഇവർ തമ്മിലുള്ള തർക്കം ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ്. അത് ഇത്രേ തർക്കമുള്ളൂ. രോഗിയുടെ ആരോഗ്യം മോശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇഞ്ചക്ഷൻ ചെയ്ത നേഴ്സാണോ പരിശോധിച്ച ഡോക്ടറാണോ കുഴപ്പക്കാരൻ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തൽക്കാലം രണ്ടുപേരോടൊന്ന് നിങ്ങൾ പറയും, നമുക്ക് നന്നാക്കിയെടുക്കാം, നന്നാക്കിയെടുക്കാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒടുവിൽ നേർക്കുനേർ പരിപാടി അവസാനിച്ചത് ഇങ്ങനെ. അതങ്ങനെയല്ല, രണ്ടുപേരിൽ ഒരാളെ കേട്ടാൽ മതി. രണ്ടുപേരും മുന്നണിയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.